കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത ഒരു ചിക്കൻ കറിയുടെ വീഡിയോ തന്നെ ആവട്ടെ ഇന്നെന്ന് ഞാൻ ഓർത്ത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ബാ, ആദ്യമേ ചിക്കനൊക്കെ നമുക്ക് മേടിച്ച് വാഷ് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഇട്ട് നന്നായിട്ട് പുരട്ടി ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇത് നമ്മൾ വറുത്ത് കറി വെക്കുന്ന ചാറ് കറി, വറുത്ത് കോഴിക്കറി വെക്കുന്ന രീതിയാണ് കേട്ടോ. പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ, ക്ഷമിക്കണം എല്ലാവരും. അപ്പോഴത്തേക്കും നമ്മുടെ പാത്രം അതിലേക്ക് വെച്ചു, ഒന്ന് ചൂടാകാൻ വെച്ചതിന് ശേഷം ഉരുളിക്കകത്തായിരുന്നു. അപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു. വെളിച്ചെണ്ണ അല്ലായിരുന്നു, സൺഫ്ലവർ ഓയിൽ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടുതൽ വേണ്ട ഒരാളാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത്രയും ഓയിലൊന്നും മമ്മി യൂസ് ചെയ്യത്തില്ല, ഞാൻ അടുക്കള കയറി കഴിഞ്ഞ് ഇങ്ങനെ കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ എടുത്ത് ആ എണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നോരോന്ന് അതിലേക്ക് ഇട്ടു. നമ്മൾ വറുത്ത് കൂട്ടുന്ന പോലെ അത്രയും മൂപ്പിച്ച് എടുക്കണ്ട കേട്ടോ, മൊരിച്ചൊന്നും നമ്മൾ എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടിയാൽ മതി. അല്ലാതെ നമ്മൾ ഈ മൊരിച്ച് കൂട്ടുന്ന പോലെ നമ്മൾ വറുത്ത് കൂട്ടുന്നത് അത്രയും മൊരിയണ്ട കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് അടുത്ത സെക്ഷൻ വീണ്ടും ഇട്ടതായത് കേട്ടോ. ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് വറുത്ത് കറി വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിക്കൻ കറി ഒന്ന് വെച്ച് പരീക്ഷണം നടത്തുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പത്തെ ഈ ഒരു പരുവത്തിലേക്കാക്കി. അപ്പം നമ്മൾ ഉള്ള പീസ് ഒരു ചെറിയ കോഴിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് പരീക്ഷണമല്ലേ. അപ്പത്തെ അതവിടെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ സബോള, പച്ചമുളക്, തക്കാളി ഇവ പിന്നെ നമ്മൾ കിഴങ്ങും ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് കട്ട് ചെയ്യാൻ എടുത്തു. അത് കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇത് അത്യാവശ്യം ഇതായി കഴിഞ്ഞിട്ട് ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് ആയാൽ മതി കേട്ടോ. അപ്പത്തെ ഇത് ഇത്രയായി, ഇതങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പം നമ്മൾ കഴിക്കുന്ന ആ ഒരു വറുത്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ, ഇത് കറി വെക്കാൻ ഇങ്ങനെ മതി കേട്ടോ. അപ്പോഴത്തേക്കും സബോള, പച്ചമുളക് ഇവ നന്നായിട്ട് ഇങ്ങനെ പച്ചമുളക് കീറിയിടുക കേട്ടോ. നമ്മൾ കോഴി വറുത്തെടുത്ത ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കറിയും വെക്കുന്നത്. അപ്പോഴത്തേ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പച്ചമുളകും സബോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ക്യാമറാമാനും കുക്കിങ്ങും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ തവിയും കൊണ്ട് ഇളക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കും, അയ്യോ ഇതന്നെ ഇങ്ങനെ ഭയങ്കര ശോകം പിടിച്ച് ഇളക്കുന്നതെന്ന് ഓർക്കുമായിരിക്കും. ഒരു കയ്യിൽ ആ വറുത്ത് കോരിയപ്പോൾ എൻ്റെ കയ്യിൽ എണ്ണ തെറിച്ച് വീണ പൊള്ളിയപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പേസ്റ്റ് തേച്ചാൽ കേട്ടോ. ഫ്രിഡ്ജിൽ ഐസും ഇല്ലായിരുന്നു, അപ്പോൾ പെട്ടെന്ന് പേസ്റ്റ് തേച്ചു. അതാണ് എൻ്റെ കൈ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ വാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞു കേട്ടോ. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടേണ്ട. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം, ആരും അടുത്തേക്ക് വരേണ്ടത്. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഒരു കൈ ഫോൺ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ തവിയിട്ട് ഇങ്ങനെ ഇളക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അത്യാവശ്യം ഈ സബോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടണം കേട്ടോ. ഇത് വാടുമ്പോഴത്തേക്കൊക്കെ സ്മെല്ല് നല്ല കേട്ടോ. ഓൾറെഡി നമ്മൾ വറുത്ത് കോരിയോണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആവി വറക്കുമ്പോൾ കണ്ടോ ഇതിപ്പം നല്ലതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നത് കൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചിട്ടത് കേട്ടോ. അല്ലാതെ അത്രയല്ല. ഇപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാത്തവർ അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഇടുമ്പം അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഗാർലിക് പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതുപോലെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കുഴച്ച് നല്ല മുരിഞ്ഞ് അങ്ങനെ കിടന്ന് തിളയ്ക്കണം. എന്നിട്ട് അതിലേക്ക് സബോള നമ്മൾ മിക്സിയിലിട്ട് ജാറിനകത്തിട്ട് അടിച്ചൊരു പേസ്റ്റാക്കി ഇതിലേക്ക് ഇടുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. ടേസ്റ്റൊക്കെ നന്നായിട്ട് കൂടുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ സബോള ഞാനൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചത് ഇതുപോലെ ഒരു കൈ ഫോണാട്ടോ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നതും നിങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളി മിക്സിയിലിട്ട് തക്കാളി നമ്മൾ ഇത് ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു, ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടു കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയെന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് എന്നായിട്ടെന്നറിയാം നമ്മുടെ തക്കാളി ഒന്ന് വാടണമല്ലോ. തക്കാളി ഒന്ന് വാടി കഴിഞ്ഞപ്പോഴത്തേക്കും വാടാനായിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് തക്കാളി വാടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി മിക്സിയിലിട്ട് ഒന്ന് അരച്ചു.
അരച്ച് അതിൻ്റെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അത് വരും കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ നേരത്തെ. അപ്പോഴത്തെ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ അടിക്ക് പിടിക്കരുത്. തീ ഇപ്പോൾ കൂട്ടി വെച്ചിട്ട് നമ്മൾ അടുത്ത പണിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അടിക്ക് പിടിക്കാതിരിക്കണം കേട്ടോ. ഇത് തക്കാളി പേസ്റ്റാണ് കേട്ടോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അതും കൂടി ഇട്ടത് ഇതുപോലെ. ഇതിൻ്റെ മെയിൻ നന്നായിട്ട് ഇളക്കുക എന്നാണ്. നമ്മൾ കുറച്ച് മുമ്പ് എന്തോ കാര്യത്തിന് പോയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടിക്ക് പിടിച്ചിരുന്നതാണ് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, കുറച്ചൊക്കെ എല്ലാം ഫസ്റ്റ് ടൈം എല്ലാവരും ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആവോ ഇല്ലല്ലോ. അപ്പം കുറച്ചൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഇതുപോലെ ഇളക്കി കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ അതിപ്പോൾ തീ കൂട്ടി വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി അടുത്ത് ഇത് കണ്ടോ, നിങ്ങൾ ഓർക്കെ മിന്നാമിനിങ് പോലെ തോന്നുന്നത് അത് ഫ്ലാഷ് ഓൺ ആയതാ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല ഇടുക. ഞങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മസാലയാണ് കിച്ചൺ ട്രഷേഴ്സിൻ്റെ പ്രോഡക്റ്റുകൾ കേട്ടോ. പിന്നെ മുളക് പൊടി ഇട്ടു. മുളക് പൊടിയൊക്കെ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇടുമ്പം സ്വാഭാവികമായിട്ട് അത്യാവശ്യം നല്ല എരിവ് കാണുമല്ലോ. പിന്നെ ലേശം മഞ്ഞപ്പൊടി, അത്രയും നുള്ള മഞ്ഞപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾ ഒത്തിരി ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ലല്ലോ. പിന്നെ മല്ലിപ്പൊടി ഇടും കേട്ടോ. മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. എപ്പോഴും നമ്മളിത് ഇളക്കുക ചെയ്യേണ്ട അല്ലേ, നന്നായിട്ട് ഇളക്കണം. ഇളക്കി അപ്പോഴും തീ കുറച്ച് വെക്കുക ചെയ്യുന്നത്. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം നന്നായിട്ട് പെരണ്ട് നല്ലൊരു രീതി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്നെ എടുക്കണം, കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളയ്ക്കാൻ വെക്കണം. നന്നായിട്ട് തിളയ്ക്കണം, നല്ല തിളയ്ക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിയതൊക്കെ മാറ്റി ഇനി നമ്മളത് അതിൻ്റെ അരപ്പെല്ലാം ആ സൈഡിൽ പറ്റിയിരിക്കുന്നതൊക്കെ ഒന്ന് നടുക്കോട്ടൊക്കെ കൊണ്ടുവന്ന് ആ തവിയെന്നുള്ളതെല്ലാം എടുത്തിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക. അപ്പോഴത്തെ ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിനി അടുത്ത കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു. ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കിഴങ്ങിടും. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നും കിഴങ്ങിടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക് കിഴങ്ങിടും. എനിക്ക് കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചാറായിട്ടിരിക്കണം കേട്ടോ. വെള്ളം ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും വെള്ളമല്ല നമ്മുടെ കറി കേട്ടോ, പറയുമ്പോൾ തെറ്റിപ്പോകുന്നതാണ്. കറി കിഴങ്ങ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ആഹാ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഒന്നും പറയുമല്ല, വളരെ നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ മണമൊക്കെ മണം കണ്ടപ്പോഴും കണ്ണുകൊണ്ട് കണ്ടപ്പോഴും നല്ല കളർഫുള്ളൊക്കെ ആയിരുന്നു. കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ, അത് നിങ്ങളെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. കിഴങ്ങ് വേകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. കിഴങ്ങ് ഒരുമാതിരി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് നമ്മൾ ഇട്ട് കേട്ടോ. ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മുഴുവനും ആ ഒരു കറിയിലേക്ക് മുക്കി വെക്കുന്ന പോലെ മുഴുവനും മൂടിക്കിടക്കണം, അല്ലാതെ പൊങ്ങിയൊന്നും കിടക്കരുത്. അതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ലതുപോലെ ഇളക്കുക, സൈഡിലും എല്ലാം എടുക്കുക. അപ്പം നമ്മുടെ കിഴങ്ങും വെന്തോളും, ചിക്കൻ ഓൾറെഡി വെന്തതാണല്ലോ. കിഴങ്ങ് നന്നായിട്ട് വെന്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കറി വെട്ടി തിളയ്ക്കുക കണ്ടോ. ഇത് കറി ഇടുന്നുണ്ട് തിളയ്ക്കട്ടെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാമെന്ന് ഓർത്ത് കേട്ടോ. എന്നോട് ഒരുപാട് പേര് ഹെയറിൻ്റെ വീഡിയോസ് ചെയ്തപ്പോൾ പറഞ്ഞാണ്, ചേച്ചി കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒന്ന് വീഡിയോ ഇടാവോ എന്ന് കുറേ ആൻറ്റിമാരും എന്നെക്കാട്ടെ ഇളയ പിള്ളേരും ഒക്കെ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ആ വീഡിയോ ഒട്ടനെ ഇടാവുന്ന കേട്ടോ. ഇവിടെ മഴയും വെള്ളപ്പൊക്കമൊക്കെ അല്ലായിരുന്നു, നമുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. ലേറ്റ് ആവാതെ തന്നെ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കേട്ടോ. നല്ല മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ മണമായിരുന്നു കേട്ടോ. നല്ല വെട്ടിപ്പടപെടാന്ന് വെട്ടി തിളയ്ക്കുമായിരുന്നു കേട്ടോ. ഈ കൂട്ടത്തിൽ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ മല്ലിയില എന്ന് പറയുന്നത്. എനിക്ക് മല്ലിയില ഇട്ടുള്ള സാമ്പാർ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ മല്ലിയിലക്കുട്ടനെ ലാസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ഇട്ട കേട്ടോ. വെതറിയൊക്കെ ഇടേണ്ടത്, പക്ഷെ ഞാൻ എല്ലാവരും കൂടെ ഒരു സൈഡിലോട്ട് ഇട്ട എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, എൻ്റെ ഒരു കയ്യിൽ ഫോണാണ്. അപ്പോഴത്തേക്കും നമുക്കത് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇട്ട. എന്നിട്ട് ഞാനൊരു തവിയൊക്കെ എടുത്ത് എന്നുവെച്ചാൽ നമ്മുടെ ആ ഇളക്കുന്ന സാധനമില്ലേ തവി, അതെടുത്തിട്ട് സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ മാറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നല്ല നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ടപ്പോൾ ആ സ്മെല്ലും ഒക്കെ ആയപ്പോൾ നല്ല
അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇറച്ചി നല്ല കോഴിക്കറി നല്ല അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അങ്ങ് പുകഴ്ത്തി പറയുവാന്ന് കേട്ടോ. അല്ലെന്നേ, അപ്പം ലാസ്റ്റ് നിങ്ങളെ ഞാൻ ആ വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോഴത്തേ ഇതായിരുന്നു നമ്മുടെ ഇറച്ചിക്കറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടല്ലോ. അച്ചാച്ചൻ കഴിക്കുക കേട്ടോ. അച്ചാച്ചൻ കഴിച്ചിട്ട് പറയണം സൂപ്പറാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ. ടാറ്റാ ബൈ.